എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാലം പ്രൈവറ്റ് വർക്ക് ചെയ്ത് അപ്പോൾ ഒരു അക്സെപ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആയാലും നമുക്കൊരു ആ ഒരു രീതിയിലുള്ളൊരു സംഭവം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ റാങ്ക് അടിച്ച് ഈ ഒരു ലെവലിലൊക്കെ എത്തിയ സമയത്ത് ഇപ്പം വീട്ടുകാരും നാട്ടുകാരും മൊത്തം മെസ്സേജ് അയക്കുക, വിളിക്കുക, ആ രീതിയിൽ അഭിനന്ദിക്കുക. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഞാൻ ഫസ്റ്റ് PSCയിലേക്ക് എടുത്ത് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ടൈമിൽ തന്നെ ഞാൻ ഫസ്റ്റ് എനിക്കൊരു മോട്ടിവേഷൻ തരുന്നതെന്ന് പറയുമ്പോൾ പ്രദീപ് മൂത്തല സാറെ മോട്ടിവേഷൻ ക്ലാസ് അത് യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ നേരെ എൻട്രി ആപ്പ് അന്ന് സബ്സ്ക്രൈബ് ചെയ്തതും കാര്യങ്ങൾ എൻട്രി ആപ്പ് വഴി പഠിച്ചതും ഒക്കെ. അപ്പോൾ ആ ഒരു മോട്ടിവേഷനിലാണ് ഈ PSC രംഗത്തേക്ക് തന്നെ വരാൻ ഒരു കാരണമായത്. ഹായ്, എൻ്റെ പേര് ശ്രീകാന്ത്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ LPSA എക്സാമിൽ ഞാൻ കോഴിക്കോട് ജില്ലയിൽ തന്നെ 10th റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ല ഒരു ഹാപ്പിയാണ് ഇപ്പോൾ എന്തായാലും. പിന്നെ അതേപോലെ അതിൽ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻട്രി ആപ്പാണ്. എൻട്രി ആപ്പ് എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ട് ഞാൻ 2018-19 തൊട്ട് എൻട്രി ആപ്പ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എൻട്രി ആപ്പ് യൂസറാണ്. അവിടുന്ന് തൊട്ട് ഞാൻ അതിനുശേഷം ഇവിടെ ഒരു 2019 LDC എക്സാമിൽ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രദീപ് സാറൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് സാറോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് അത് കിട്ടുന്നുള്ള രീതി തന്നെ. അതിപ്പോൾ പെൻഡിങ് ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്, എന്നാലും വളരെ നിയമനം കുറഞ്ഞു പോയി. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കൊരു വാശി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ആ ഒരു ദൂരോട്ടുള്ള റാങ്കിനല്ലാണ്ട് ഒരു 100ൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 50ൻ്റെ ഉള്ളിൽ എത്തിയിട്ട് പെട്ടെന്ന് കിട്ടുന്നുള്ളൊരു രീതിയിൽ. കാരണം അപ്പോൾ ആ ഒരു വാശിയിലാണ് ഞാൻ വീണ്ടും എൻട്രി ആപ്പ് തന്നെ എടുത്ത് പഠിച്ചു തുടങ്ങിയത്. LPSA ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെയായിരുന്നു TTC എന്ന് പറയുന്നൊരു കോഴ്സ്, അല്ലെങ്കിൽ പുതിയ DLED എന്ന് പറയുന്നൊരു കോഴ്സായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് തന്നെ LDൻ്റെ എക്സാം വന്നപ്പോൾ കുറച്ച് ടൈറ്റായിരുന്നു പഠിക്കാൻ വേണ്ടി. അപ്പോൾ LD അതാണ് കുറച്ച് റാങ്ക് ബാക്കോട്ട് പോകാനുള്ളൊരു കാരണം. അതിനുശേഷം പിന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഞാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ ഡിഗ്രി BSc ഫിസിക്സ് ആയിരുന്നു കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം DLED കോഴ്സ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഗവൺമെൻറ് ജോബിൽ ഒന്ന് ജോബ് സെക്യൂരിറ്റി, പിന്നെ അതേപോലെ റിട്ടയർമെൻറ്റ് ലൈഫ്, അതൊക്കെ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും എന്നുള്ളൊരു തോട്ടാണ്. പിന്നെ എല്ലാവരും ഭയങ്കര ഒരു റെസ്പെക്റ്റ് തരുന്നൊരു ഇതാണ് ടീച്ചിങ് എന്നുള്ളൊരു ഫീൽഡിലേക്ക്. അങ്ങനെയാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതിൽ തന്നെ പ്രൈവറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റിലൊക്കെ ഭയങ്കര ഒരുപാട് പൈസ കാര്യങ്ങളും ഒക്കെ ഡൊണേഷൻ രീതി കൊടുത്തിട്ടൊക്കെയാണ് കയറാൻ പറ്റും. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് PSC ആണ്. അപ്പോൾ അതിൽ വിശ്വസിച്ച് ഞാൻ ഓഫ്ലൈനിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു മുമ്പ്. പിന്നെ അത് എനിക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓൺലൈനിൽ എൻ്റെ ബാക്കി സമയങ്ങളിൽ ഒഴിവ് സമയങ്ങളിൽ എനിക്ക് പഠിക്കാമെന്നുള്ളൊരു മെയിൻ കാര്യമായിരുന്നു. അതിലൊരു ഓൺലൈൻ ബാച്ച് എന്നുള്ള രീതിയിൽ അഡ്വാൻറ്റേജ് ആയത്. അതിൽ തന്നെ ഈ ഗോൾഡ് ബാച്ച് എടുക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ആ സമയത്ത് നമ്മളെ സംഭവം സംഭവിച്ചില്ല. എന്നാലും അല്ലാത്ത ആപ്പിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഇവിടെ എത്തി. അതിന് പലർക്കും പല രീതിയിലായിരിക്കും അവരുടെ പഠനം ഈസി ആവുന്നത്. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ SCRT ടെക്സ്റ്റ് ബുക്ക് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഡെയിലി കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മളെ LP UP എക്സാമിലേക്ക് വരുമ്പോൾ സൈക്കോളജീൻ്റെ മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ നാസിം സാറെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് കിട്ടുന്ന പരമാവധി എല്ലാ സോഴ്സിൽ ചോദ്യങ്ങൾ എടുക്കുക, അതിന് മോക്ക് ചെയ്യുക, ആ രീതിയിലായിരുന്നു പഠിച്ചത്. പിന്നെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ആ രീതിയിലുള്ള കുറച്ച് പല സോഴ്സുകളിൽ നിന്നും എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചത്. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഈ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ PSC നോക്കാമെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് പറയാനുള്ള സംഭവമാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഫുൾ ടൈം കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഓൺലൈൻ വഴി വീട്ടിൽ ബാച്ച് എടുത്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിലിരുന്ന് ക്ലാസ്സുകൾ കാണാം, അതേപോലെ തന്നെ എക്സാംസ് എഴുതാം. നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ മൊത്തം ഇത് ആപ്പ് അല്ല ആ ഒരു രീതിയിലുള്ള സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സക്സസ് എത്താനാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ കാര്യത്തിൽ ഞാൻ ജോബ് പോകാണ്ടാണ് നേരെ ഈ പഠനം മാത്രം എന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പോൾ അതിൽ കുറച്ചൊരു റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും വീട്ടിൽ ഫുള്ള് സപ്പോർട്ട് തന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ടൈം ഇതിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ ഒരു റാങ്ക് കിട്ടിയത്.
ഈ ജോലി മാറ്റി വെച്ച് അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കാണ്ട് ഈ ഒരു സംഭവത്തിൽ പഠിക്കാനുള്ള സമയത്ത് എനിക്ക് ഏറ്റവും സപ്പോർട്ട് തന്നത് ഒബ്വിയസ്ലി വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എത്താനായത്. അല്ലെങ്കിൽ എന്തായാലും ഒരു വർക്കിന് പോകേണ്ട അവസ്ഥ വരുമായിരുന്നു. ഒരു വർക്ക് പോയി കഴിഞ്ഞാൽ ഇതിൽ സൈഡിൽ കൂടെ ആകുമ്പോൾ ഇത്രത്തോളം എത്താനാവുമെന്നുള്ളത് എനിക്ക് ഒരു ഉറപ്പില്ല. പഠനമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈഫ് ലോങ് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളൊരു സംഭവം തന്നെയാണ്. ആ രീതി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും അറിയണം, അതിനെപ്പറ്റി അറിയണം, കൂടുതലായിട്ട് അറിയണം എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് അട്രാക്റ്റീവ് ആയതെന്ന് പറയുമ്പോൾ അതിൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നൊരു റെസ്പെക്റ്റ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിന് അപ്പുറത്തേക്ക് നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിച്ച് അവർ ഫ്യൂച്ചറിൽ വലിയ നിലയിലൊക്കെ എത്തുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഏത് നിലയിൽ വലിയ നില എന്നുള്ള സംഭവം എന്ന് പറയുമ്പോൾ ഏത് ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാലും എത്ര ഫേമസ് ആയി കഴിഞ്ഞാലും നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാരെന്ന് പറയുമ്പോൾ അവർക്ക് എക്കാലവും ഓർത്തിരിക്കുന്നതും കണക്ഷൻസ് കീപ്പ് ചെയ്യുന്നതും ആ ഒരു പ്രൊഫഷനാണ്. അപ്പോൾ അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്കുള്ളൊരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ ഈ ജേണിയിൽ എന്നെ സഹായിച്ച എൻട്രി ആപ്പിന് ഞാൻ ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിക്കുന്നുണ്ട്. ഈ ഒരു അവസരം തന്നതിനും എനിക്കും ഒരു താങ്ക്സ് അറിയിക്കാനുള്ളൊരു അവസരമായിട്ട് ഇത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി വരുന്ന ആൾക്കാർ, അതായത് പഠിക്കാൻ ഇനിയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ LP UP ആയാലും ബാക്കിയുള്ള എല്ലാ എക്സാമിലായാലും എൻട്രി ഫോളോ ചെയ്താൽ രക്ഷപ്പെടാമെന്നുള്ളത് ഉറപ്പാണ്.